കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി അഭിജിത്ത് ഗംഗോപാധ്യായ ബിജെപിയിൽ ചേരും. ഇന്ന് രാവിലെയാണ് രാജിവെച്ചത്. മാർച്ച് 7-ന് ബിജെപി അംഗത്വം സ്വീകരിക്കും. വിശദാംശങ്ങൾ വിഷ്ണു തലവൂർ നൽകും. വിഷ്ണു, മറ്റു വിവരങ്ങൾ. ആതിര, കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായിരുന്ന അഭിജിത്ത് ഗംഗോപാധ്യായ രാജിവെക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. ഇന്ന് രാവിലെയാണ് അദ്ദേഹം തന്റെ രാജിക്കത്ത് നൽകിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനും അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനും രാജിക്കത്ത് നൽകിയിട്ടുണ്ട്. രാജിവെച്ച ശേഷം ഇത്തരത്തിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമെന്നതാണ് അഭിജിത്ത് ഗംഗോപാധ്യായ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ BJPയിൽ ചേരാനാണ് അഭിജിത്ത് ഗംഗോപാധ്യായ ഒരുങ്ങുന്നത്. ഈ മാസം 7-ാം തീയതി, അതായത് വ്യാഴാഴ്ച BJPയിൽ ചേരുമെന്നാണ് എന്തായാലും അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ അഭിജിത്ത് ഗംഗോപാധ്യായക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു. കാരണം അദ്ദേഹം കഴിഞ്ഞ 2 വർഷമായി ഒരു രാഷ്ട്രീയക്കാരനെ പോലെയാണ് പെരുമാറുന്നത്. ജുഡീഷ്യറിയെ രാഷ്ട്രീയവൽക്കരിച്ച വ്യക്തിയാണ് അഭിജിത്ത് ഗംഗോപാധ്യായ എന്നുള്ളതടക്കമുള്ള ആരോപണങ്ങൾ ഇത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം ഈ തൃണമൂൽ കോൺഗ്രസിനെതിരെയും വലിയ വിമർശനം തന്നെയാണ് അഭിജിത്ത് ഗംഗോപാധ്യായ ഉന്നയിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് വളരെ ഭരണപരമായി തന്നെ അഴിമതി നടത്തുന്ന പാർട്ടിയാണ്. അതോടൊപ്പം തൃണമൂൽ കോൺഗ്രസിലെ ചില നേതാക്കളുടെ വെല്ലുവിളിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് തന്നെ എത്തിച്ചത് എന്നതടക്കമുള്ള വിമർശനമാണ് അഭിജിത്ത് ഗംഗോപാധ്യായ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ രാജിവെച്ചതിനു ശേഷമാണ് തന്റെ BJP പ്രവേശനം കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായിരുന്ന അഭിജിത്ത് ഗംഗോപാധ്യായ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആതിര. ശരി, വിഷ്ണു തലവൂറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.